ഹലോ, എനിക്ക് ചില സമയത്ത് ഇവന്മാരുടെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് മാത്രം. കാരണം ഒരു 5 മിനിറ്റ് കളിയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് പൂരത്തല്ലായിരിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ പോവാറില്ല. ഇതിപ്പം മര്യാദയ്ക്ക് ഇരുന്ന് കളിക്കണുണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാൽ കൂടെ കൂടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെക്കൻ്റെ കണ്ണിൽ പെട്ട ഫോണും കൊണ്ട് ഒരൊറ്റ പോക്ക് പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഷേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷേക്ക് കുടിക്കാനാണല്ലോ നമ്മൾ ഇവന്മാർക്ക് കൊടുക്കുക. ഈ രണ്ടെണ്ണമാണെന്നുണ്ടെങ്കിൽ തൊട്ട് നോക്ക് പോലും ഇല്ല. അത് ഇങ്ങനെ രാവിലെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ചിലപ്പോൾ അത് അങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ മീശ വരും കുടിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചിട്ടാണ് ഓരോന്ന് കുടിപ്പിക്കാൻ നിൽക്കുന്നത്. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല, അകത്തേക്കൊന്നും പോവില്ല. ആ ഇരിപ്പം അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇവരെ രണ്ടുപേരും സെറ്റാക്കിയിട്ട് ഞാനും വൈശും കൂടി ഒന്ന് പുറത്ത് പോകാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ആദ്യം ഇട്ട ഡ്രസ്സ് ഞാൻ മാറിയിട്ട് ഈ ഡ്രസ്സ് എടുത്തിട്ടോ. കാരണം അതിട്ടിട്ട് വലിയ കോൺഫിഡൻസ് എനിക്ക് തോന്നിയില്ല. അപ്പോൾ മെയിനായിട്ട് പുറത്തേക്ക് പോകണ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷയ പോകണം. പിന്നെ അത് കൂടാണ്ട് ത്രെഡും ചെയ്യണം. പള്ളിപ്പെരുന്നാളാണല്ലോ വരുന്നത്. ഈ ശനിയും ഞായറും ഞങ്ങളുടെ പള്ളിയിലെ വലിയ പെരുന്നാളാണ്. അപ്പോൾ ഒന്ന് സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയൊക്കെ പോകണമല്ലോ. എൻ്റെ പുരുകാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായിട്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ കൊറോണ സമയത്ത് ഞാൻ തന്നെ ഈ മറ്റേ ആ റേസർ വെച്ചിട്ട് ചെയ്ത് അവസാനം ഒരു ഷേപ്പില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. അപ്പം ഞാൻ കുറേ വളർന്നിട്ടാണ് ഇപ്പോൾ ത്രെഡ് ചെയ്യാറുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 1-2 മാസം ആയിട്ടുണ്ട് ത്രെഡ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും പോകുമ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നേരെ പോയത് അക്ഷയയിലേക്കാണ് കേട്ടോ. കാരണം അക്ഷയയിലാണല്ലോ കുറച്ച് ടൈം എടുക്കുക. അപ്പോൾ നമുക്കിത് അത്ര വലിയ പണിയുള്ള കേസൊന്നല്ല. അത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ ചെന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ത്രെഡും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 3-4 കടയെങ്കിലും കയറി ഇറങ്ങിയിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അങ്ങനെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചെയ്യുന്നത് 2 സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഇതും പിന്നെ വേറെ ഒരെണ്ണമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിലേത് ഇഷ്ടപ്പെട്ട്? അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലോ അങ്ങനെ ജീൻസൊന്നും അങ്ങനെ ഇടുന്ന ആളല്ല. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ ജീൻസ് അല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതത്ര മാച്ചായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാലും അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തു കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം മെയിൻ റോഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് എത്തണേക്ക് മുമ്പുള്ള കുറച്ച് റോഡ് എത്തിയപ്പോൾ ഐശു പറഞ്ഞു ഞാൻ വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അവൾക്ക് വണ്ടി കൊടുത്തു കേട്ടോ. ദൈവമേ, എനിക്ക് ഇനി എന്താവും സംഭവിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഇവിടെ പള്ളിയിലെ പെരുന്നാളായതുകൊണ്ട് തന്നെ ലൈറ്റിടലും മരം കെട്ടലും പിന്നെ ഓരോ വീടുകളിലും അലങ്കരിക്കലും ലൈറ്റുകളിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഞാൻ എത്തുമ്പോൾ ഇവർ രണ്ടുപേരും ഓടി അമ്മയെന്നും പറഞ്ഞ് വരുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡോണാണെങ്കിൽ കുളിച്ചിരിക്കുകയായിരുന്നു. ഇതുമോൻ അവിടെ ഇങ്ങനെ കണ്ട ഭാവം നടിക്കാണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം ഇവന്മാരെ രണ്ടുപേരും ഞാൻ സേഫായിട്ടുള്ള കൈകളിൽ വെച്ചിട്ടാണല്ലോ ഞാൻ പോകുന്നത്. കാരണം എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഇവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാനെടുത്ത് സെലക്ട് ചെയ്തത് ടോപ്പ് ഇതാണ് കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു ബാഗി ജീൻസിൻ്റെ ഒപ്പം എടുത്തിട്ടു. എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ആ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.